ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കാതെ വേറെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് കിടന്നുറങ്ങുന്നുണ്ട്, കുറേ പേര് ഒരു ഫോണിൽ കളിക്കുന്നുണ്ട്. എന്നാൽ അതിലൊരുത്തൻ മാത്രമാണ് സാറ് പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുന്നത്. അവനാണ് നമ്മുടെ ഹീറോ യുങ്കാമി. ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ വളരെ ബ്രില്യൻ്റ് ആയ സ്റ്റുഡൻ്റ് ആണെന്ന്. അല്ല, പഠിക്കുന്ന കാര്യത്തിൽ ആ സ്കൂളിൽ തന്നെ ഏറ്റവും മോശപ്പെട്ട സ്റ്റുഡൻ്റാണ് ഇവൻ. ഇവന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കാം, എന്തിനാ ഞാൻ വായിട്ടലക്കുന്നത് എന്നൊക്കെ സാറ് പഠിപ്പിക്കുന്നതിനിടയിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതുവരെ എഴുതി നോട്ട് ചെയ്ത് വെക്കുകയാണ് ഗാമി. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാലോ അവൻ്റെ ബുദ്ധി. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരാളല്ല അവൻ. ചെറുപ്പം തൊട്ടേ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അവന്. എന്നാൽ അതിനുള്ള ബുദ്ധി അവനില്ല. പഠിക്കാൻ വേണ്ടി ട്യൂഷൻ ടീച്ചർ വരെ വെച്ച്, എന്നിട്ട് മാർക്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും അവൻ ദിവസവും ഇരുന്ന് പഠിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്ലാസ്സിലെ 2 പേര് സംസാരിക്കുന്നതായി അവൻ കേൾക്കുന്നത്. എടാ, നിനക്ക് കോളേജിൽ പോകാനാണ് ഇഷ്ടമെങ്കിൽ യൂൻസോങ് ടെക്നിക്കൽ ഹൈസ്കൂളിലോട്ട് പൊക്കൂടെ? അവിടെയാണെങ്കിൽ സ്പെഷ്യലായിട്ട് സ്കൂളിലോട്ട് അഡ്മിഷൻ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുന്ന മറ്റവൻ പറയും, ആ ബെസ്റ്റ്, അവിടെ പോകുന്നതിന് ഭേദം ഞാൻ ചാവുന്നതാണെന്ന്. എന്നാൽ ഗാമി അവൻ പറയുന്ന ബാക്കി കാര്യങ്ങളൊന്നും കേൾക്കില്ല. ഇൻസോങ് ഹൈസ്കൂളിലെ സ്പെഷ്യൽ അഡ്മിഷൻ്റെ കാര്യം മാത്രമായിരിക്കും കേൾക്കുന്നത്. അങ്ങനെ ഗാമിൻ വളരെ ആഗ്രഹിച്ച് അവിടെ ചേർന്നെങ്കിലും തനിക്ക് പഠിക്കാൻ കഴിയും എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ആ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നാൽ അത് അവൻ വിചാരിച്ച പോലൊരു സ്കൂളല്ലായിരുന്നു. അവിടെ നിന്ന് പോകാൻ കുറച്ച് പ്രയാസമാണ്. അവിടെയുള്ള എല്ലാവരും എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുകയാണ് എടുത്തിട്ട് അലക്കാൻ. എന്നാൽ മോശ സാഹചര്യത്തിലും അതിജീവിക്കണം എന്നതാണ് ഗാമിൻ്റെ പോളിസി. തൽക്കാലം ആരുടെയും കയ്യിൽ പോയി പെടാതെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവൻ തീരുമാനിക്കും. അങ്ങനെ പഠിക്കാൻ വേണ്ടി ഗാമിന് ഒരു മാർഗം കണ്ടെത്തുകയാണ്. പഠിക്കുന്ന ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ ഹെൽപ്പ് ചോദിക്കുക. അങ്ങനെ ഓരോരുത്തരെയും ഇവൻ കാര്യമായി നിരീക്ഷിക്കാൻ തുടങ്ങും, ആരാണ് പറ്റിയതെന്ന് നോക്കാൻ. അപ്പോഴാണ് ഇവൻ്റെ ക്ലാസ്സിലെ സേഹോൺ എന്ന് പറയുന്ന ഒരു പയ്യനെ കാണുന്നത്. അവനെ കണ്ട് കുഴപ്പമില്ലാത്തതുപോലെ തോന്നുമ്പോൾ ഗാമിനാണെങ്കിൽ അവൻ്റെ അടുത്ത് ചെന്ന്, നിനക്ക് എൻ്റെ കൂടെ ഒരുമിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന സേഹോൺ ആണെങ്കിൽ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ ആ ക്ലാസ്സിലൊരുത്തൻ ഇവനെ വന്ന് അടിച്ച് നിലത്തേക്ക് ഇടുകയാണ്. ഇവരുടെ എല്ലാവരുടെയും ഫോണിൽ ഒരു റാങ്കിങ് ആപ്പ് ഉണ്ട്. ഈ അടിച്ചിട്ടവൻ 173ാമത്തെ റാങ്കിലും സേഹോൺ 170ഉമാണ്. ലോ റാങ്ക് കിട്ടിയവരെ ബുള്ളി ചെയ്യുക എന്നതൊക്കെയാണ് ഈ ഒരു റാങ്ക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. സേഹോൺ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നോക്കുമെങ്കിലും മറ്റവൻ തന്നെ വിജയിക്കും. ഫൈറ്റിൽ വിജയിക്കുന്നവരുടെ റാങ്ക് കൂടുന്നതായിട്ടും കാണാം. ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് സാറ് വന്ന് പുതിയ ക്ലാസ് ടീച്ചറെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ലീ ഹാൻ എന്നായിരിക്കും അവരുടെ പേര്. ടീച്ചർ ലീയെ കാണുമ്പോഴാണ് ഗാമിന് പെട്ടെന്ന് മനസ്സിലാകുന്നത് പണ്ട് ചെറുപ്പത്തിൽ തനിക്ക് ട്യൂഷൻ എടുത്തു തന്നത് ഈ ടീച്ചറായിരുന്നെന്ന്. അന്ന് അവർ പഠിപ്പിക്കാനായി ഇവനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ടീച്ചർ ഇപ്പോൾ വന്ന് പ്രസൻ്റ് എടുക്കുകയാണ്. എന്നാൽ ഒറ്റൊരുത്തനും പോലും ശ്രദ്ധിക്കുന്നില്ല. അവർ ഓരോ കമൻ്റൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഇവരുടെ അടുത്തുള്ള ബോർഡിലോട്ട് ഏതോ ഒരുത്തൻ കോഫി വലിച്ചെറിയുകയാണ്. ആരാടാ ശബ്ദമുണ്ടാക്കിയേ, ഉറങ്ങാനും സമ്മതിക്കില്ലേ എന്ന് ചോദിച്ച്. ഇവൻ്റെ പേരാണ് ലീ ഹോൺ. ഇവൻ ക്ലാസ്സിലെ ഒരു പ്രധാന റൗഡിയാണ്. ആരാടാ ശബ്ദം ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ പൂച്ചക്കുട്ടിയെ പോലെ ആ ശബ്ദമുണ്ടാക്കിയവൻ കൈ ഉയർത്തും. ലീ ഹോൺ ചെന്ന് അവൻ്റെ മോന്തക്ക് നോക്കി ഒരെണ്ണം കൊടുക്കും. ഇപ്പോൾ ഇതൊക്കെ കണ്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ടീച്ചർ ലീ. അവനോട് സീറ്റിൽ പോയിരിക്കാൻ പറയുമ്പോൾ ടീച്ചർ ഉള്ളത് കൊണ്ട് നീ രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് പറഞ്ഞ് അവൻ സീറ്റിലോട്ട് പോകുന്നു. ഇപ്പോൾ ഇവൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ ചായ എടുത്താണ് നേരത്തെ ഇവൻ ബോർഡിലോട്ട് എറിഞ്ഞത്. നീ എന്തിനാണ് എൻ്റെ ചായ എടുത്തെറിഞ്ഞത് എന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ പൊരിഞ്ഞടിയായിരിക്കും. ടീച്ചർ പറ്റുന്ന പോലെ എല്ലാവരോടും സീറ്റിലിരിക്കാൻ വേണ്ടി പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാം ഇവരെ നോക്കി കളിയാക്കും. എന്നാൽ ലീ ഹോൺ ആണെങ്കിൽ ടീച്ചർ പറയുന്നത് കേട്ടില്ലേ, ചെന്നിരിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാം ഭയങ്കര അനുസരണയോടെ സീറ്റിൽ കയറിയിരിക്കുന്നു. ശേഷം വേസ്റ്റ് എല്ലാം കളയാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് വരുന്ന ലീ കാണുന്നത് അതിനുള്ളിൽ കിടക്കുന്ന സിഗരറ്റ് കൂമ്പാരമാണ്. സ്കൂളാണെന്ന് പോലും വകവെക്കാതെയാണ് ഓരോരുത്തരും പലയിടത്തു നിന്നും വലിക്കുന്നത്. ഇവൾ ഇതും കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് യൂൻഗാമി വരുന്നത്. ഗാമിനെ കാണുന്നതും ഇവൾക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടും. കുറച്ച് നാൾ ഇവനെ ട്യൂഷൻ എടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഇവൾ ഒരു വാക്ക് പോലും പറയാതെ നിർത്തിയതാണ്. എനിക്കിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ വന്നു, അതുകൊണ്ടാണ് ട്യൂഷൻ നിർത്തേണ്ടി വന്നതെന്ന് പറഞ്ഞ് ലീ ഗാമിനോട് സോറി ചോദിക്കുന്നു. അപ്പോൾ ഗാമിനാണെങ്കിൽ ടീച്ചർ ശരിക്കും ഈ സ്കൂളിൽ നിൽക്കാൻ പോവാണോ,
ഞങ്ങളുടെ ആദ്യത്തെ സാറ് ഒരു മാസത്തിന് മുന്നേ ക്വിറ്റ് ചെയ്ത് പോയെന്ന് പറയും. ശരി, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ഗാമിനോട് ചോദിക്കും. ഞാനിപ്പോൾ ഒരു കാര്യത്തിൻ്റെ പിന്നാലെയാണ് എന്ന് പറയുന്നു. ശേഷം അവൻ സേഹോണിൻ്റെ പിന്നാലെ തന്നെ നടക്കാൻ തുടങ്ങും. എങ്ങനെയെങ്കിലും പഠിത്തത്തിൽ ഒപ്പം കൂട്ടുക. അതിനുവേണ്ടി സേഹോണിന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഗാമിൽ പിറകെ നടക്കും. എവിടെ ചെന്നാലും ഗാമി അവിടെ ഉണ്ടാക്കും. അവസാനം സഹികെട്ട ഇവനാണെങ്കിൽ, ഓ ശല്യം, ഞാൻ പഠിപ്പിച്ചു തരാം, ഒരു തവണ പഠിപ്പിച്ചു തന്നാൽ പിന്നെ എന്നെ ശല്യം ചെയ്തേക്കരുത് എന്നും പറഞ്ഞ് ഇവന് കണക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സേഹോൺ അത്യാവശ്യം നല്ല സ്മാർട്ട് സ്റ്റുഡൻ്റാണ്. പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്ത ഗാമിനാണെങ്കിൽ ഇപ്പോൾ ഒരു കേക്ക് ഉണ്ട്. ആ കേക്ക് നമ്മൾ 3 പാർട്ടായിട്ട് കട്ട് ചെയ്താൽ അപ്പോൾ ഓരോന്നിൻ്റെയും അളവ് ഇത്രയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഇവന് തലയിൽ കയറുന്നുണ്ടാവില്ല. ഇതേ സമയം ടീച്ചർ ലീ ആണെങ്കിൽ പ്രിൻസിപ്പളുടെ അടുത്ത് പോയി ഈ വേസ്റ്റ് ഡ്രം എടുത്ത് ഒഴിവാക്കിയാലോ, അതിൽ മൊത്തം സിഗരറ്റ് ആണെന്നൊക്കെ പറയുകയാണ്. എന്നാൽ പ്രിൻസിപ്പൾ നല്ല ബെസ്റ്റ് ആളാണ്. ഡ്രം മാറ്റിയാലൊന്നും അവന്മാരുടെ വില നിൽക്കാൻ പോകുന്നില്ല. മിസ് തൽക്കാലം അതിനെക്കുറിച്ച് അന്വേഷിക്കാതെ ഇവിടെ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ നോക്കുമെന്ന് പറയും. ഇവിടെ സേഹോൺ ആണെങ്കിൽ ഗാമിനെ പഠിപ്പിച്ച് ഊപ്പാടിളകിയിരിക്കുകയാണ്. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ഗാമിൻ്റെ തലയിലോട്ട് കയറുന്നില്ല. എടാ, എനിക്കിത് പറയണമെന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു നിനക്ക് പഠിക്കാനുള്ള കഴിവില്ല. നിനക്കെന്തിനാ നല്ല മാർക്ക് നേടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഗാമി, പ്രത്യേകിച്ച് ഒന്നുമല്ല, നല്ല മാർക്ക് നേടണം, അത്രയേ ഉള്ളൂ. നീയും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഞാൻ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നീ കള്ളം പറയുക. നിന്റെ വളഞ്ഞിരിക്കുന്ന കഴുത്ത് കണ്ടാലേ അറിയാം നീ പഠിച്ചിരുന്ന് വളഞ്ഞാണെന്ന്. നിന്റെ വിരലിൽ തഴമ്പുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്റെ കണ്ണ് കണ്ടാൽ അറിയാം നിനക്ക് പഠിക്കാൻ ഇഷ്ടമാണെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ, സ്റ്റഡി ഗ്രൂപ്പോ? നിനക്കെന്താ വട്ടാണോ? ഇത് യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂളാണ്. നിനക്ക് തോന്നുന്നുണ്ടോ പീഹാൻ അതിന് നിന്നെ സമ്മതിക്കുമെന്ന്? എന്നാൽ ആരാ പീഹാൻ എന്നറിയാത്ത ഗാമിനോട് സേഹോൺ എല്ലാം വ്യക്തമാക്കി കൊടുക്കും. ഫോണിലെ ഒരു റാങ്കിങ് ആപ്പ് എടുത്ത് കാണിച്ചു കൊടുത്ത് ഇത് ഉണ്ടാക്കിയത് അവനാണ്. ഈ പീഹാൻ ഒരു വലിയ മാഫിയ തലവൻ്റെ മകനാണ്. ഇങ്ങനെ ഒരു റാങ്കിങ് ആപ്പ് കൊണ്ടുവന്ന് കുട്ടികൾക്കിടയിൽ ഒരു പവർ റാങ്കിങ് ഉണ്ടാക്കിയത് അവനാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്കൂളിൽ പഠിത്തമൊന്നും നടക്കില്ല. ഇത് കേൾക്കുന്ന ഗാമിനാണെങ്കിൽ സേഹോൻ്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു പേപ്പർ കാണിച്ചു കൊടുക്കും. അത് സേഹോൻ്റെ പ്ലേസ്മെൻറ്റ് ടെസ്റ്റ് പേപ്പറായിരുന്നു. 220 സ്റ്റുഡൻസിൽ തന്നെ സെക്കൻഡ് പൊസിഷനിലാണ് അവനുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കാലോ ഇവൻ പഠിത്തത്തിൽ കഴിവുള്ള ഒരു കുട്ടിയാണെന്ന്. നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കി ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കോളേജിലോട്ട് പോകാം എന്ന് പറയുമ്പോൾ സേഹോൺ ആണെങ്കിൽ ഇനി മേലാൽ എൻ്റെ അടുത്ത് പഠിത്തത്തിൻ്റെ കാര്യവും പറഞ്ഞ് വന്നേക്കരുതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ശേഷം ഇപ്രാവശ്യവും പഠിത്തത്തിലെ മികവ് പുലർത്തിയ സ്റ്റുഡൻസിനുള്ള അവാർഡ് കിട്ടുന്നത് ഈ മാഫിയ തലവൻ്റെ മകൻ പീഹാനാണ്. അത് കണ്ട് സേഹോൺ വിഷമിച്ചിരിക്കുന്നത് കാണാം. ശേഷം ബാത്റൂമിൽ വെച്ച് മുഖം കഴുകുന്നതിനിടയിൽ സേഹോണിനെ ആരോ മുട്ടിപ്പോകുന്നുണ്ട്. അത് ഗാം ആണെന്ന് വിചാരിച്ച് ഇവൻ ദേഷ്യപ്പെടുമ്പോൾ അത് ലീഹോൺ ആയിരിക്കും. അതിൻ്റെ പേരിൽ ലീഹോൺ അവനെ എടുത്തിട്ട് അലക്കും. വേസ്റ്റ് കളയാൻ വരുന്ന ടീച്ചർ ലീ ആണെങ്കിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് പോയി നോക്കുമ്പോൾ ലീഹോൺ സേഹോണിനിട്ട് അടിക്കുന്നത് കാണുകയാണ്. ഇത് കണ്ട ലീ ഒരു ഹെൽപ്പിന് വേണ്ടി അവിടെയുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമെങ്കിലും അവരെല്ലാം തന്നെ ഇത് കണ്ട ഭാവം നടിക്കാതെ ഇവളെ അവോയ്ഡ് ചെയ്ത് നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാനായിട്ട് ടീച്ചർ ലീ തീരുമാനിക്കുമ്പോൾ പെട്ടെന്ന് ഗാമി അവളെ വന്ന് തടഞ്ഞ്, ഞാൻ പൊക്കോളാം, എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ഭാവി മെമ്പറാണ് സീഹോൺ എന്ന് പറയും. അങ്ങനെ ഗാമി ഇപ്പോൾ നേരെ ഡോറും തള്ളി തുറന്ന് അങ്ങോട്ടേക്ക് ചെല്ലും. ഒരു മാസ്ക് വെച്ച് അങ്ങോട്ടേക്ക് വരുന്ന അവൻ അവിടെ മൊത്തം സ്മോക്ക് ഇട്ട് നിറക്കുകയാണ്. എന്നിട്ട് നൈസായി സേഹോണിനെ എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷെ തന്നെ രക്ഷിച്ച ഗാമിനോടാണെങ്കിൽ സേഹോൺ, എടാ നിനക്ക് ശരിക്കും എന്തിൻ്റെ കേടാ, എൻ്റെ പിന്നാലെ വരല്ലേ എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അടിച്ച് മതിയാക്കി എല്ലാവരും പോകാൻ തുടങ്ങുകയായിരുന്നു. ഇപ്പോൾ എന്നെ നീ പൊക്കിക്കൊണ്ടുവന്ന സ്ഥിതിക്ക് അവർ എൻ്റെ പിന്നാലെ വീണ്ടും വരില്ലേ. നിന്നെപ്പോലെ പഠിത്തം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ എനിക്കും ഇഷ്ടമാണ്, പക്ഷേ പഠിത്തത്തിനേക്കാൾ പ്രധാനം എനിക്കെൻ്റെ ജീവനാണ് എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴേക്കും ഇവൻ്റെ അടുത്തേക്ക് ലീഹോൺ എത്തും. എവിടെടാ മാസ്ക് വെച്ച് വന്ന് നിന്നെ രക്ഷിച്ചു കൊണ്ടുപോയവൻ എന്നും ചോദിച്ച്. എന്നാൽ ലീഹോൺ ആണെങ്കിൽ ഗാമിനെ രക്ഷിക്കാൻ എനിക്കറിയില്ല, ഞാൻ ആളെ കണ്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന ലീഹോൺ ആണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് അവനെ അടിക്കാൻ പോകുന്നതും അങ്ങോട്ടേക്ക് പെട്ടെന്ന് വന്ന് വളരെ സ്റ്റൈലായി ബ്ലോക്ക് ചെയ്യുകയാണ് ഗാമി. പഠിത്തത്തിൽ ബുദ്ധിയില്ലെങ്കിലും ഫൈറ്റിൽ ഗാമിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഏതാണ്ട് 3ാം ക്ലാസ് തൊട്ട് എക്സസൈസ് തുടങ്ങിയവനാണ് ഈ ഗാമി. നന്നായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡി ഫിറ്റാക്കി വെച്ചാൽ നന്നായിട്ട് പഠിക്കാൻ പറ്റും, നല്ല ബുദ്ധി ഉണ്ടാകും എന്നെല്ലാം കേട്ടാണ് ഇവൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തന്നെ. ഗാമിനെ അടിക്കാൻ ചെല്ലുന്ന ലീഹോണിനെ ഒരൊറ്റ പഞ്ചിൽ ഗാമിൻ ബോധം കെടുത്തി വിടും. ശേഷം സേഹോണിൻ്റെ അടുത്തേക്ക് വന്ന്, നീ ഇതുകൊണ്ടൊന്നും പേടിക്കണ്ട, എൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ ഞാനില്ല നിൻ്റെ കൂടെ. സത്യത്തിൽ നീ ഒട്ടും കോൺഫിഡൻ്റ് അല്ല.
ഇവർ നിന്നെ ടാർഗറ്റ് ചെയ്യുമോ എന്നുള്ള പേടിയിലല്ലേ നീ മാസ്ക് വെച്ച് ഇറങ്ങിയത് എന്നും ചോദിച്ച് അവൻ അവിടെ നിന്നും പോകുന്നു. ശേഷം ഈ സേഹോണിനെ നോക്കുകയാണെങ്കിൽ അവന് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്നാൽ അവൻ്റെ അച്ഛൻ ഒരു കള്ളുകുടിയനാണെന്ന് പറയാം. ഇയാൾക്കാണെങ്കിൽ ഇവൻ്റെ പഠിത്തമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തൻ്റെ കൂടെ വെൽഡിംഗ് പണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുമെങ്കിലും തുടർന്ന് പഠിക്കാനുള്ള ഒരു ആഗ്രഹം തന്നെ സേഹോണിൽ നിന്ന് പോയിരിക്കുകയാണ്. അവൻ അവൻ്റെ പുസ്തകമെല്ലാം വിൽക്കാൻ വേണ്ടി വേസ്റ്റിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ശേഷം ഇവിടെ ഗാമിനാണെങ്കിൽ ഭയങ്കര അപ്സെറ്റാണ്. അവൻ എത്ര പഠിച്ചിട്ടും അവന് തലയിൽ കയറുന്നില്ല എന്നതാണ് അവൻ്റെ മെയിൻ പ്രോബ്ലം. എന്നാൽ അവന് ചെറുപ്പത്തിൽ തൊട്ടേ പഠിക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. ഒരിക്കലും ഇവൻ്റെ അമ്മയുടെ ഫ്രണ്ട് അമ്മയോട് പറയുന്നത് കേൾക്കും. തൻ്റെ മകൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരുമിച്ച് ചേർന്നാണ് പഠിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പഠിക്കാൻ നന്നായിട്ട് പറ്റുമെന്ന് പറയും. അങ്ങനെ ഇത് കേൾക്കുന്ന ഗാമിൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകനോട് തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഗാമിൻ വളരെ മോശം മാർക്ക് നേടുന്ന ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവനെ ആരും തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല. പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെ ഇവനോട് നേരെ ചൊവ്വെ മിണ്ടുക പോലും ഇല്ലായിരുന്നു. അന്ന് തൊട്ടേ അത് അവനൊരു വിഷമമാണ്. അവന് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ കരയുമ്പോഴും അവൻ്റെ അമ്മ അവനെ സമാധാനിപ്പിക്കുമായിരുന്നു. ശേഷം രാവിലെ ടീച്ചർ ലീക്കാണെങ്കിൽ സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകാൻ തന്നെ തോന്നുന്നില്ല. പക്ഷെ ടീച്ചറായിപ്പോയില്ലേ, പോകാണ്ട് വഴിയില്ലല്ലോ. വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച സ്കൂളിലെ മുക്കിലും മൂലയിലുമായിട്ട് ഓരോരുത്തരിരുന്ന് പുക വലിക്കുന്നതാണ്. അപ്പോഴാണ് അവിടെ ഒരു സാറ് കുറച്ച് പേരെയൊക്കെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന കാഴ്ച ലീ കാണുന്നത്. സ്കൂളിൽ വന്നിട്ട് ഇവൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നത്. ആഹാ, എല്ലാം നന്നായല്ലോ എന്ന് വെച്ച് ഇവൾ നേരെ ചെന്ന് സാറിനോട് ഹായ് പറയുമ്പോൾ പെട്ടെന്ന് നീ ഈ ഡ്രം എടുത്ത് മാറ്റാൻ നോക്ക്, നമ്മുടെ സ്കൂളിലേക്ക് ഇൻസ്പെക്ഷന് വേണ്ടി പുതിയൊരു ഇൻസ്പെക്ടർ സാർ വരുന്നുണ്ട്. ഇതൊക്കെ കണ്ട പ്രശ്നമാണ്, നമ്മുടെ പ്രിൻസിപ്പൾ അവിടെ ആകെ കലിപ്പായി നിൽക്കുകയാണ് എന്ന കാര്യം പറയുന്നു. എന്നാൽ ഇത്രയും വലിയ ഡ്രം ഇവൾക്ക് ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അത് പൊക്കാനായിട്ട് ഇവൾ കഷ്ടപ്പെടുന്ന സമയത്താണ് അവിടേക്ക് പാർക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് വന്ന് ഇവളെ ഹെൽപ്പ് ചെയ്യുന്നത്. സ്കൂളിൽ നല്ല കുട്ടികളുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഇവൾ ഇവൻ്റെ പേരും ക്ലാസ്സും ഒക്കെ ചോദിച്ചറിയുന്നു. ശേഷം ഇവിടെ ക്ലാസ്സിൽ വരുന്ന ഗാമിൻ പുസ്തകമൊക്കെ എടുത്ത് വെക്കുന്നതിനിടയിലാണ് ആ ഒരു കാര്യം കാണുന്നത്. സേഹോണിൻ്റെ ലെക്ചർ ബുക്ക് ഇവൻ്റെ മേശയിലിരിക്കുന്നു. അതിൽ സേഹോൺ ആണെങ്കിൽ ഓരോ ഇമ്പോർട്ടൻറ്റ് പാർട്സൊക്കെ അടയാളപ്പെടുത്തി സെറ്റാക്കി വെച്ചിരിക്കുന്ന മാത്സിൻ്റെ പുസ്തകമാണത്. അതും എടുത്തുകൊണ്ട് ഗാമിൻ സേഹോണിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അത് ഞാൻ വലിച്ചെറിഞ്ഞതാ, എനിക്ക് വേണ്ട എന്ന് പറയും. ഇത് തനിക്കായിട്ട് അവൻ തന്നതാണെന്ന് ഗാമിന് മനസ്സിലായി. ഒരു ടാങ്ക്സ് പറയാൻ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ലീഹോൺ എത്തും. നീ ആയിരുന്നില്ലടാ ആ വെൽഡിംഗ് മാസ്ക് ഇട്ട് വന്നവൻ എന്നും ചോദിച്ച് ലീഹോൺ ആണെങ്കിൽ ഇപ്പോൾ സേഹോണിൻ്റെ പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ അത് തിരിച്ചു തരാൻ വേണ്ടി പറയും. ഇതേ സമയം സ്കൂളിലെ ഇൻസ്പെക്ഷനായി ഇൻസ്പെക്ടർ വന്ന് ചെക്കിങ്ങിലാണ്. ഇതുപോലെ ഒരു നല്ല സ്കൂൾ സാറിന് കാണാനേ പറ്റില്ല. സ്റ്റുഡൻസിനൊക്കെ എന്തൊരു നല്ല സ്വഭാവമാണെന്നും ഞാൻ എല്ലാവരോടും വളരെ സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളും തള്ളി വരുമ്പോഴായിരിക്കും ഡ്രം മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ടീച്ചർ ലീയെ ഇവർ കാണുന്നത്. ലീയെ കാണുന്നതും ഈ ഇൻസ്പെക്ടർ നേരെ അവളുടെ അടുത്തേക്ക് വന്ന് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടോ, നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് ചോദിക്കും. എന്നാൽ ലീക്കാണെങ്കിൽ ആളെ വലിയ പരിചയമില്ല. പെട്ടെന്ന് തന്നെ പ്രിൻസിപ്പൾ ആണെങ്കിൽ സാർ ഇവിടെ നിൽക്കണ്ട, നമുക്ക് ട്രെയിനിങ് ബിൽഡിങ്ങിലോട്ട് പോകാം, അവിടെ പുതിയ ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് മുകളിലെ ക്ലാസ്സിലെ ജനൽ പൊട്ടിച്ച് ഒരു ചുറ്റിക വന്ന് താഴെ വീഴുന്നത്. അവിടെ എന്താ നടന്നത് എന്നതിൻ്റെ ചെറിയൊരു റീക്യാപ്പാണ് കാണാൻ പോകുന്നത്. ലീഹോൺ ആണെങ്കിൽ ഗാമിനെ ഒറ്റക്കടിക്കാൻ വേണ്ടി എല്ലാവരെയും ക്ലാസ്സിന് പുറത്തേക്ക് പറഞ്ഞേക്കും. ഗാമിനാണെങ്കിൽ ഇവൻ്റെ കയ്യിലിരിക്കുന്ന സീഹോൻ്റെ ബുക്ക് തനിക്ക് തരാൻ വേണ്ടി പറയുകയാണ്. ഇത് കേൾക്കുന്ന ലീഹോൺ ആ പുസ്തകത്തിന് തീയിടും. എന്നാൽ അത് ഗാമിൻ സഹിക്കാൻ പറ്റില്ല. അവിടുന്ന് അവരുടെ ഫൈറ്റ് തുടങ്ങുന്നു. ലീഹോണിന് ഗാമിൻ്റെ കൂടെ മുട്ടി നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബാക്കിയുള്ളവർ ഇതും കണ്ട് അന്തം വിട്ടു നിൽക്കും. ഗാമിനെ കണ്ട് നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഉണ്ടായിരുന്നോടാ എന്ന് ചോദിക്കുകയാണ് അവർ. നമ്മൾ നേരത്തെ കണ്ട പാർക്ക് ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ട് വന്ന് നോക്കുന്നുണ്ട്. ഗാമി പെട്ടെന്ന് പോയി പുസ്തകം എടുക്കാൻ നോക്കുമ്പോഴേക്കും അത് പകുതിയും കത്തി തീർന്നിട്ടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവനിപ്പോൾ ലീഹോണിനോട് സിയോണിൻ്റെ പുസ്തകം നശിപ്പിച്ചതിന് അവനോട് സോറി ചോദിക്കാൻ പറയും. എന്നാൽ അത് കേൾക്കാതെ അവിടെ ഇരിക്കുന്ന ഒരു ചുറ്റിക കൊണ്ട് അടിക്കാൻ വരുമ്പോഴാണ് അത് കിക്ക് ചെയ്ത് അവൻ ജനൽ വഴി പുറത്തേക്കിടുന്നതും ഇത് നേരെ പോയി ടീച്ചേഴ്സിൻ്റെ മുന്നിൽ വീഴുന്നതും.
അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗ് ഉണ്ട്. അതെടുത്ത് നേരെ ഗാമിൻ്റെ നേരെ ഇവൻ എറിയുമ്പോൾ അത് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് തന്നെ കിക്ക് ചെയ്ത് വരും. ആ വീഴ്ചയിൽ ലീഹോണിൻ്റെ ബോധവും പോയിട്ടുണ്ടാകും. എന്നാൽ ഗാം ആണെങ്കിൽ ബോധം പോയ അവനെ വിളിച്ചുണർത്താൻ നോക്കി സേഹോണിനോട് സോറി ചോദിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സേഹോണിൻ്റെ പേര് കേൾക്കുന്ന പുറത്തു നിൽക്കുന്നവന്മാരാണെങ്കിൽ ആരാണ് ഈ സേഹോൺ, അങ്ങനെ ഒരുത്തൻ പഠിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൽ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം ചോദിക്കുന്നുണ്ട്. പണ്ട് മുതലേ സേഹോണിനെ ബുള്ളി ചെയ്യുമായിരുന്നു. ക്ലാസ്സിൽ എല്ലാവരും ബുള്ളി ചെയ്യുമ്പോഴാണ് ഒരുത്തൻ തന്നോട് വളരെ നന്നായിട്ട് പെരുമാറുന്നതും ലൈബ്രറിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ഇവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് സ്നാക്സ് വെക്കുന്നതും അങ്ങോട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ സേഹോൺ കിടന്നുറങ്ങുകയാണ്, അവനെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറയുന്നതും. ഗാമിൻ്റെ ഈ ഒരു പ്രവർത്തികളെല്ലാം സേഹോൺ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിൽക്കാൻ കൊടുത്ത പുസ്തകത്തിൽ നിന്ന് ഗാമിന് വേണ്ടി ആ പുസ്തകം അവൻ തിരിച്ചെടുത്തത്. ശേഷം സേഹോൺ ഇപ്പോൾ നേരെ ക്ലാസ്സിലോട്ട് കയറി ചെല്ലും. തീ കാരണം ഗാമിൻ്റെ കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടാകും. ആ പുസ്തകം വാങ്ങി ദേഷ്യത്തിൽ വേസ്റ്റിലിട്ട് ഈ പുസ്തകത്തിന് വേണ്ടിയാണോ നീ ഇത്രയും പരാക്രമം ചെയ്തു കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഗാമി, നീ ഒരുപാട് കഷ്ടപ്പെട്ട് ഓരോന്ന് ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പുസ്തകമല്ലേ, ഇപ്പോൾ നിന്റെ കഷ്ടപ്പാടെല്ലാം വേസ്റ്റായി പോയില്ലേ എന്ന് ചോദിച്ച് സങ്കടത്തിൽ നിൽക്കുകയാണ് ഗാമി. എന്നാൽ പെട്ടെന്നിപ്പോൾ സേഹോൺ പറയും, ഞാൻ തയ്യാറാണ് നിന്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. അത് കേൾക്കുന്നതും ഗാമിന് ഒരുപാട് സന്തോഷമാകും. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.